ഒരിക്കലും തന്നെ ഒരു അവിശ്വാസിയെയോ ഒരു വിശ്വാസിയെയോ ഒരു ചെറുപ്പക്കാരനെയോ ഒരു പ്രായമുള്ളവരെയോ ഒരു പണ്ഡിതനെയോ ഒരു സാധാരണക്കാരനെയോ നിസ്സാരപ്പെടുത്താനില്ല, പരിഹസിക്കാനില്ല, നിന്ദിക്കാനില്ല, ആരെയും ചെറുതായി കാണാനില്ല. എപ്പോഴും ഞാൻ ചിന്തിക്കണം, ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, മറ്റുള്ളവരൊക്കെ നല്ലവരാണ് എന്ന ചിന്ത വേണേ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ. പടച്ച റബ്ബിന്റെ കാരുണ്യമങ്ങ് ലഭിക്കുമ്പോ ദുനിയാവിൽ അവൻ ചിലപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള ജീവിതം തരുമ്പോ, നല്ല സൗകര്യമുള്ള ജീവിതം തരുമ്പോൾ പാവപ്പെട്ടവരെ നമ്മൾ അവഗണിച്ചുകൂടാ, നമ്മൾ തരക്കേടില്ലെന്ന് ചിന്തിച്ചുകൂടാ, ഞാനെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചുകൂടാ. ഇത് ദുനിയാവാണ്, ഇവിടെ പലതും അല്ലാഹു നൽകിയേക്കും, അതുകൊണ്ടൊന്നും തന്നെ വിജയം കൈവരിക്കുന്നില്ല. ശരിക്കുള്ള വിജയം എവിടെയാണ്? ഫമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ ആരാണോ ഫഖദ് ഫാസ്, അവൻ പാസായി പോയി, അവൻ വിജയിച്ചു പോയി. അല്ലാത്ത വിജയങ്ങളൊന്നും വിജയമല്ല, അത് താൽക്കാലികമായ പരീക്ഷണമാണ്. അവന്റെ റഹ്മാനിയത്തിന്റെ സ്വഭാവം അവൻ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ ചിലപ്പോൾ അധികാരം തന്നേക്കും, ചിലപ്പോൾ സമ്പത്ത് തന്നേക്കും, ചിലപ്പോൾ മക്കളെ തന്നേക്കും, നല്ല ജീവിതം തന്നേക്കും. അത് നിസ്കരിക്കുന്നവർക്കും നൽകും, നിസ്കരിക്കാത്തവർക്ക് നൽകും, തലമറക്കുന്നവർക്കും നൽകും, നൽകാത്തവർക്ക് തലമറക്കാത്തവർക്കും നൽകും. എങ്ങനെ ജീവിക്കുന്നവർക്കും അള്ളാഹു ചിലപ്പോൾ പണം നൽകും, അള്ളാഹു ആരോഗ്യം നൽകും, അള്ളാഹു നല്ല വീട് നൽകും, നല്ല സന്തോഷം നൽകും. അത് കണ്ട് നമ്മൾ പെട്ടുപോകണ്ട, കാരണം ഇത് ദുനിയാവാണ്. ദുനിയാവിൽ അള്ളാഹു അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്.